നല്ല ബാക്ക്ഗ്രൗണ്ട് എന്നാ പറഞ്ഞത്. ശിവയുടെ കൂടെ കോളേജിൽ ഭയങ്കര ക്ലോസ് ആയിവള്. ശരിക്കും അവന്റെ ഹലോ സന്ധ്യ, ഐ ആം സുബ്ബ റെഡ്ഡി. സയൻസ് ഗ്രൂപ്പിൽ ഫൈനൽ ഇയർ പഠിക്കുക. ഡിഗ്രി കഴിഞ്ഞ ഉടനെ കല്യാണം കഴിക്കും. So, why are you telling to me? പിന്നെ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിൻ്റെ അടുത്തല്ലാതെ ആരുടെ അടുത്താ പറയണ്ടേ? നിന്നെ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു നിന്നെ തന്നെയാ കല്യാണം കഴിക്കുമെന്ന്. ഐ ലവ് യു. Sorry, not interested. എന്നെ ഇഷ്ടമല്ലെന്നോ അതോ പ്രേമിക്കാൻ ഇഷ്ടമല്ലെന്നോ? Get lost. നിക്കടിയോടെ. പെണ്ണുങ്ങളുടെ പ്രശ്നത്തിൽ തലയിടില്ലെന്നല്ലേ പറഞ്ഞേ? ഇനി എന്തിനാ വന്നേ? പെണ്ണുങ്ങളുടെ പ്രശ്നത്തിൽ തലയിടില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പെണ്ണുങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ തലയിടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ ഒറ്റൊരുത്തനെ ഞാൻ വെച്ചേക്കില്ല, ഓർത്തു വെച്ചോ. അങ്ങോട്ട് നോക്കടാ, അവര് തമ്മിൽ പ്രേമം തുടങ്ങിയിട്ടുണ്ട്. ക്രിയേറ്റ് എ കമ്പനി ഇൻ ടാലി. സാർ, ഒരു ചെറിയ പരിപാടി ഉണ്ട്, ഒന്ന് പുറത്തു പോക്കോട്ടെ. അറ്റൻഡൻസ് കിട്ടിയ അപ്പം തന്നെ വെളിയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കും. പറ്റില്ലെങ്കിൽ പറ, 10 ദിവസം ആബ്സെന്റ് ഇടാം. ഇരിടാ അവിടെ. എങ്ങനെ പുറത്തേടാന്ന് ആലോചിച്ചോണ്ടിരിക്കുക കൂരുത്തം കെട്ടവന്മാര്. രാത്രി മുഴുവൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നാ എസ്കേപ്പ് ആവണം പോലെ. ഹലോ ഹലോ ഹലോ, ലേറ്റ് ആയിട്ട് വന്നതും പോരാ, പെർമിഷൻ ഇല്ലാണ്ടെങ്കിൽ അകത്ത് കയറണോ? അത് സോറി സാർ, സോറി സാർ, സാറിനെ കണ്ടില്ലാത്തോണ്ടാ. ഞാൻ ഒന്നുകൂടെ പെർമിഷൻ ചോദിച്ചിട്ട് വീണ്ടും കയറി വരാം. അവൻ വരട്ടെ, കാണിച്ചു കൊടുക്കാം. അവനെ തിരിച്ച് പറഞ്ഞുവിടാം. ഓരോരോ ഉടായ്പകളുമായിട്ട് വരും, പിന്നല്ലാതെ ഓരോരോ തോന്നിയാസങ്ങളായിട്ട് വരിക. യെസ് കം ഇൻ. ഏ ഗിരി, ഒന്ന് പോയി നോക്കിയേ. ഓക്കെ സാർ. സാറേ, അവനെ കാണില്ല. എടാ അളിയാ, ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കണോടാ, അവളെ അടിപൊളിയായിട്ട് നോക്കണം. എടാ ഞാൻ പറയണേക്ക്, ആ പെണ്ണിനെ വളച്ച അവൻ തന്നെയാ. എനിക്ക് നല്ല ഓർമ്മ. ഈ കയ്യിലിരിക്കുന്ന കണ്ടില്ലേ? ഇവരെ എന്റെ ഫ്രണ്ട്സ്. ഇത് കൊടുക്കല്ലാതെ വേറെ ആർക്കില്ല. എന്താടാ ബിയറിന്റെ സ്മെല്ല് വരണ്ടല്ലോ, അടിച്ച് സെറ്റ് ആയിരിക്കണോ? കൺഗ്രാറ്റ്സ് അളിയാ, കൺഗ്രാറ്റ്സ് മോളെ. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ മേടിച്ചോ. പൂവും കൂടി കൊണ്ടോക്കോ. പൂവും വെച്ചോ. എന്റെ പൊന്ന് സിസ്റ്ററെ, ഇവന് താനെന്ന് വെച്ചാൽ ജീവനാന്നറിയോ. ഉറങ്ങുമ്പോഴും പുറത്തു പോകുമ്പോഴും എപ്പോഴും തന്നെ പറ്റി പറയാനുള്ളത്. 24 മണിക്കൂർ ഇതന്നെ പരിപാടി. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, അത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സഞ്ജു എന്റെ ജീവനാന്ന് 24 മണിക്കൂർ പറഞ്ഞോണ്ടിരിക്കുന്നു. സഞ്ജു സഞ്ജു എന്നെ ചതിക്കായിരുന്നല്ലേ, ഇനി എന്റെ മുമ്പിൽ വരരുത്. നശിപ്പിച്ചില്ലടാ തെണ്ടികളെ. സഞ്ജു പറയാൻ എനിക്കറിയില്ല. ഗീത, സന്തോഷമായാലോ നിനക്ക്? കഷ്ടപ്പെട്ട് ഓരോന്നിനെ വളച്ചോണ്ട് വരുമ്പോ നശിപ്പിച്ച് കളഞ്ഞു. നീ വേറൊരു പെണ്ണിന്റെ പുറകെ കിടക്കുന്നത് ഞങ്ങൾ അങ്ങനെ അറിയുന്നത്? നീ എപ്പോഴും സഞ്ജുവിനെ പറ്റിയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇതൊക്കെ നേരത്തെ പറയണ്ടല്ലേ, ഇനിയൊന്നും ഇങ്ങനെ മറച്ചു വെക്കരുത്. അതൊക്കെ പോട്ടറാ, നീ വെള്ളം കുടിക്കും. ഇതാരാടെ ഈ പുതിയ അവതാരം? ഹലോ അളിയാ. ഹലോ, നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാവം, ഒറ്റയ്ക്ക് കുടിക്കുന്നുണ്ടല്ലേ? ലവ് ഫെയിലിയർ ആണെന്ന് തോന്നുന്നു. അതേടാ. എന്ത് പറ്റിയ കളിയാ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കുന്നത്? ലവ് ഫെയിലിയർ അളിയാ. ആ പെണ്ണിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചതാ. അവളുടെ പുറകെ നടക്കാൻ തുടങ്ങിയതിന് ശേഷം പഠിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. മണിക്കൂർ കണക്കിന് അവളെക്കുറിച്ച് മാത്രം ആലോചിച്ചോണ്ടിരുന്നു. അവൾക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കളിയാ. പ്ലീസ് അളിയാ, എന്തെങ്കിലും ഒരു പ്ലാൻ പറഞ്ഞതാ. നീ സിൻസിയറായിട്ട് പ്രേമിച്ചാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്നോട് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ അവളുടെ അടുത്ത് നിന്ന് പറഞ്ഞേ. ഉറപ്പായിട്ട് അവളെ അക്സെപ്റ്റ് ചെയ്യൂടാ. പിന്നെ ധൈര്യമായിട്ട് പെണ്ണുങ്ങളെ പ്രേമിച്ചാൽ മാത്രം പോരാ, അത് ധൈര്യമായിട്ട് പറയുന്നവരെ അവർ പ്രേമിക്കുള്ളൂ. നീ പോയിട്ട് കളിയാ, ലവ് സക്സസ് ആവുന്നേ. സോ അളിയാ,
സൂപ്പർ. നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവളെ നേരിട്ട് പോയി പ്രപ്പോസ് ചെയ്തു. ആഹാ. എന്റെ ലവ് സക്സസ് ആയി. താങ്ക്സ് അളിയ. ഓക്കെ വെൽക്കം. നിങ്ങളാണ് എന്റെ ഡോക്ടർ ലവ്, ലവ് ഗുരു. ലവ് ഗുരു നിങ്ങൾ തന്നെ. എന്റെ പൊന്നളിയാ. സ്നേഹിക്കുന്നവരെ ചേർത്ത് വെക്കുമ്പോൾ ഒരു സുഖം, അതൊരു പ്രത്യേക സുഖം തന്നെ. എന്തായാലും നിന്റെ വിഷമമൊക്കെ എന്തായാലും മാറിയല്ലോ. ഇനി നേരെ കല്യാണം കഴിഞ്ഞ് പിള്ളേരുണ്ടാക്കാനുള്ള വഴി നോക്ക്. ചെല്ലു ചെല്ലു. നീ എന്തിനാണ് എന്നോക്കി പറയുന്നത്? ശരി അളിയ, ഞാൻ പോട്ടെ. നിങ്ങളെന്തോ ഗാഢമായ ഡിസ്കഷനിലാന്ന് തോന്നുന്നു. ആ പെണ്ണ ഏതാന്നേ ഞങ്ങളോട് കൂടി ഒന്ന് പറഞ്ഞിട്ട് പോടാ. ഞാൻ പറയാം. കല്യാണത്തിന് ശേഷം ഡയറക്റ്റ് ആയിട്ട്. താങ്ക്സ് അളിയ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ, ഓക്കെടാ. നമസ്കാരം. ഡാ അത് നിന്റെ പ്രശ്നമാടാ, ഇപ്പോഴേലും മനസ്സിലായിക്കോ. Daddy, stop. എംവിടെക്കാര് പറഞ്ഞ പോലെ എങ്ങോട്ടാ നീ പോകുന്നേ? ആളെ കാണുന്നില്ലല്ലോ മത്തായി ചേട്ടാ. കൊച്ചു പയ്യനെ. വണ്ടി മൊത്തം പൊളിഞ്ഞെന്ന് തോന്നുന്നു. ശരി, ചെറിയ പ്രായമായിട്ട് കാര്യമൊന്നുമില്ല. നിലത്ത് വെക്കണം പിള്ളേർ. ഈ ബൈക്കിലുണ്ടായിരുന്ന ആൾക്ക് എന്താ പറ്റി? എവിടെയാ? വലിയ പരിക്കൊന്നുമില്ല. ഇപ്പൊ അയാളെ ആംബുലൻസിൽ കൊണ്ടുപോയുള്ളു. ഡാഡി, എന്താ മോളെ, എന്ത് പറ്റി? ഡാഡി നിങ്ങൾ പൊയ്ക്കോ. ശിവയ്ക്ക് ആക്സിഡന്റ് ആയി. ഞാൻ അവനെ നോക്കിയിട്ട് വരാം. അപ്പൊ ഫംഗ്ഷന് പോകാൻ ലേറ്റ് ആവില്ലേ? നീ എന്താ ശിവ ശിവ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? എന്റെ ക്ലാസ്മേറ്റിന് ആക്സിഡന്റ് ആയി എന്ന് പറയുമ്പോ ഫംഗ്ഷൻ ആണോ വലുത് ഡാഡി? അവൻ നിന്റെ സ്വന്തക്കാരൻ വല്ലോ ആണോ? സമയം കളയാണ്ട് വന്ന് കേറ്. നീ വന്ന് വണ്ടി നിങ്ങൾ കയറാൻ നോക്ക്. പൊയ്ക്കോ, ഞാൻ വന്നോളാം. വാ വന്ന് കേറ്. ഏയ് സന്ധ്യ, പറഞ്ഞാലും കേൾക്കില്ല. ഡാ വണ്ടി എടുക്ക്. പറഞ്ഞാ കേട്ടില്ലേ പിന്നെ. ശിവ എവിടെയാണ്? ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് കുഴപ്പം വരാൻ? നിനക്കെന്താ പറ്റിയത്? നിന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി റോഡിൽ കിടക്കുന്ന കണ്ടു. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി പോയി. താങ്ക് ഗോഡ്. ആട്ടെ, എവിടെയാ കണ്ടത്? ഞാൻ നിന്റെ ബൈക്ക് നമ്പർ കണ്ടിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കുന്ന. ആക്ച്വലി നിന്റെ ബൈക്ക് നമ്പർ 1529 മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കിയൊന്നും എനിക്കറിയില്ല. താങ്ക് ഗോഡ് നീ ഓക്കെ ആണല്ലോ. ഇപ്പൊ ഞാൻ എങ്ങനെ പോവും? ശിവ, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പെമ്പിള്ളേർ പെരുമാറുമ്പോഴേ നമ്മളത് പ്രേമെന്ന് വിചാരിക്കും. പക്ഷെ അത് വിശ്വസിച്ച് പോയാ പിന്നെ നാണക്കടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതീ പിന്നെ ഒരു പെണ്ണിനെ ഞാൻ അടുപ്പിക്കാറില്ല. ഓഹോ, ഞാൻ പ്രേമിച്ചു കഴിഞ്ഞാൽ ചത്താലും വിടില്ല. ഓക്കെ ഓക്കെ, സ്റ്റോപ്പ്. ഹാ ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ ബൈ. ബൈ. അടുത്ത മാസം നമ്മുടെ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഇല്ലേ? ആരൊക്കെ എന്തൊക്കെ പ്രോഗ്രാമാ ചെയ്യാൻ പോന്നേ? ഞാൻ പാട്ട് പാടും സാർ. നീ പാടുമായിരിക്കും, പക്ഷെ കേൾക്കാൻ ആള് വേണ്ടേ? സാർ Next. സാർ ഞങ്ങൾ ഫോക്ക് ഡാൻസ് കളിക്കും സാർ. സാറേ ഞാൻ ഗ്രൂപ്പ് ഡാൻസ് കളിക്കും. ഏയ് ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് നീ ഒറ്റയ്ക്കേ ഉള്ളൂ? സാറേ ഞാൻ നന്നായിട്ട് ക്ലാസിക്കൽ ഡാൻസ് കളിക്കും. ഞാൻ മാജിക് ചെയ്യും സാർ. ഞാൻ വയലിൻ വായിക്കും സാർ. നിങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പ്ലാൻ ചെയ്യേ. നിങ്ങൾക്കിടയിൽ ടാലന്റ് ആയിട്ടുള്ള ആരും ഇല്ലേ? ഞാൻ റൊമാൻറ്റിക് ഡുവറ്റ് കളിക്കും സാർ. വെരി ഗുഡ്. നിന്റെ പാർട്ണർ ആരാ? യെസ് കറക്റ്റാ, ശിവയാ. ഏയ് ഇല്ല, എനിക്ക് ഡാൻസ് ഒന്നും വരില്ല. ഞാൻ പഠിപ്പിച്ചു തരാം ശിവ, ഡോണ്ട് വറി. ശിവ. അണ്ണാ അവൻ ദേ ഇവിടെയുണ്ട്, ഞാൻ കൊടുക്കണം. എടാ മോനെ, ആരാ? എന്താ? അണ്ണൻ നിന്റെ അടുത്ത് സംസാരിക്കണമെന്ന്. എന്തിന്? അണ്ണാ എന്താ വെച്ചാൽ സംസാരിച്ചോ. ഹലോ, ഞാനാ പ്രതാപ് റെഡ്ഡി. പറയൂ സർ. നീ കോളേജിൽ ആരോ പ്രേമിക്കുന്നുണ്ടെന്ന് കേട്ടു. ഇത് ചോദിക്കാനാണോ ഫോൺ ചെയ്തത്? ഹലോ, മര്യാദയ്ക്ക് എന്റെ ചോദ്യത്തിന് മറുപടി പറ. ഞാനാരെയും പ്രേമിക്കുന്നൊന്നുമില്ല. നോക്ക്, എന്റെ മോള് സന്ധ്യ നീ പഠിക്കുന്ന കോളേജിലാ പഠിക്കുന്നേ. വീട്ടിലെപ്പോഴും നിന്നെ പറ്റി അവളുടെ സംസാരം. അത് മാത്രമല്ല, അന്ന് റോഡിൽ ആക്സിഡന്റ് നടന്നപ്പോ നീയാന്ന് വിചാരിച്ച് വലിയ ടെൻഷനുമായിരുന്നു. അതുകൊണ്ടാ സംശയം വന്നേ. ഓ അതായിരുന്നോ? നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഇത്തിരി കുറച്ചാ നല്ലത്.